ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടമാവുന്ന നല്ലൊരു മാമ്പഴ കേസരിയാണ്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ മാമ്പഴ കേസരി തയ്യാറാക്കി എടുക്കാനായിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് മാമ്പഴം തന്നെയാണ്. ഞാനിപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ പഴുത്ത മാമ്പഴത്തിൽ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. തീരെ ചെറുതാണെന്നുണ്ടെങ്കിൽ 2 മാമ്പഴം വേണം. ഇനിയിപ്പോൾ മീഡിയം സൈസുള്ള മാമ്പഴമാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 മാമ്പഴം മതിയാവും നമ്മൾ ഈ തയ്യാറാക്കുന്ന ഈ അളവിന്. അപ്പോൾ ഈ മാമ്പഴം എല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് സ്മൂത്തായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഇതെല്ലാം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് തയ്യാറാക്കി തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് ഒരു കടായി ഒന്ന് ചൂടാക്കാൻ വെച്ചതിന് ശേഷം അതിലേക്ക് ഏകദേശം 1 സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം നെയ്യെല്ലാം ഒന്ന് ഉരുകി വരട്ടെ. നെയ്യ് ഒന്ന് ഉരുകി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കുറച്ച് ബദാമും ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഈ അണ്ടിപ്പരിപ്പും ബദാമുമാണ് ഞാനിപ്പോൾ ഇതിലേക്കിട്ട് വറുത്തെടുക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുന്തിരിയും ചേർത്ത് കൊടുക്കാം. പക്ഷേ ഈ ഒരു കേസരിക്ക് നമുക്ക് മുന്തിരിയുടെ ആവശ്യമില്ല. നന്നായിട്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അതിൻ്റെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊരു ഗോൾഡൻ കളറിൽ വരട്ടെ. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ബദാം ഇല്ലാന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് മാത്രം ചേർത്ത് കൊടുത്താലും മതിയാവും. ഇതിലേതെങ്കിലും ഒരെണ്ണം ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഈ അണ്ടിപ്പരിപ്പും ബദാമും എല്ലാം ഇപ്പോൾ നല്ലതുപോലെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് കളർ മാറി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതെടുക്കാം. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ബാക്കി വന്ന ആ നെയ്യിലേക്ക് നമ്മളിതായിപ്പോൾ ഒരു 1/2 കപ്പ് അളവിൽ റവ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ വറുക്കാത്ത റവയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഏത് റവയാണെന്നുണ്ടെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഏകദേശം ഒരു 2-3 മിനിറ്റെങ്കിലും നമ്മളൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഫ്ലെയിം കൂട്ടി വെക്കരുത്, എങ്കിൽ പിന്നെ പല സ്ഥലത്തും പല കളറായിട്ട് നമ്മുടെ റവയുടെ കളറങ്ങ് മാറിപ്പോവും. അതിൻ്റെ പേരിൽ ഫ്ലെയിമൊക്കെ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം ഒരു 2-3 മിനിറ്റ് നമ്മളൊന്ന് വറുത്തെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ വറുത്ത റവയാണെന്നുണ്ടെങ്കിൽ വറുത്തെടുക്കണം കേട്ടോ. ഇതുപോലെ തന്നെ 2-3 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കണം. എങ്കിൽ മാത്രമേ ഇങ്ങനെ തരിതരിയായിട്ട് നമ്മുടെ ഈ കേസരി കിട്ടുള്ളൂ. അതിൻ്റെ പേരിലാണ്. ഇപ്പോൾ മാമ്പഴ സീസൺ കൂടിയാണ്. ഈ മാമ്പഴ സീസണിൽ മാമ്പഴമൊക്കെ വീട്ടിൽ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സാധാരണ നമ്മൾ മാമ്പഴം വെച്ചിട്ട് അധികം ഇതുപോലുള്ള റെസിപ്പികളൊന്നും തയ്യാറാക്കാറില്ല. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഒരു സ്പെഷ്യൽ ടേസ്റ്റിലാണ് നമുക്കിത് കിട്ടുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ റവയെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2-3 മിനിറ്റോളം ആയിട്ടുണ്ട്. നല്ലതുപോലെ ലൈറ്റായിട്ട് എൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലതുപോലെ തരിതരിയായിട്ടൊന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി. വെള്ളം ചേർക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചേർക്കണം. അതായത് നമ്മൾ നേരത്തെ ഒരു 1/2 കപ്പ് അളവിലാണ് റവ എടുത്തിട്ടുള്ളത്. റവ 1/2 കപ്പിന് എടുക്കുമ്പോഴത്തേക്കും 1.5 കപ്പ് അളവിലാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. വെള്ളം കുറഞ്ഞു പോയാൽ നല്ലതുപോലെ ഹാർഡായി പോവും. നന്നായിട്ട് വെള്ളം കൂടിപ്പോയാൽ ഒരുപാട് ഇങ്ങനെ ലൂസായി പോവും. അങ്ങനെയല്ല നമുക്ക് കിട്ടേണ്ടത്. കറക്റ്റ് ആ ഒരു കേസരിയുടെ ആ ഒരു പരുവത്തിന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു അളവിൽ വേണം നമ്മളിതിലേക്ക് വെള്ളം വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ 1 കപ്പ് ചേർത്തിട്ട് പെട്ടെന്ന് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ആ കട്ട കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഫ്ലെയിം ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിരിക്കുകയാണ്, കൂട്ടി വെച്ചിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒരു 1/2 കപ്പ് അളവിലും കൂടി നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഫ്ലെയിം ഒരുപാട് വെക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. ഒരുപാട് കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ നമ്മുടെ റവയൊക്കെ നല്ലതുപോലെ വെള്ളമൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്തെടുക്കും. പക്ഷേ ആ ഒരു കറക്റ്റായിട്ട് കുക്കായി കിട്ടില്ല. അതിൻ്റെ പേരിലാണ് ഈ ഒരു സ്റ്റേജിൽ ഇതുപോലെ ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു സ്റ്റേജിൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട കാര്യമാണ് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടി. സാധാരണ റിഫൈൻഡ് ഓയിൽ തന്നെയാണ്, അല്ലാതെ നമ്മുടെ വെളിച്ചെണ്ണ ചേർക്കരുത്. ഇതുപോലെ മണമൊന്നും ഇല്ലാത്ത ഓയിലാണ്. അപ്പോൾ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ സൺഫ്ലവർ ഓയിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ നമ്മൾ തണുത്ത് കഴിഞ്ഞാൽ, നമ്മുടെ കേസരി ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞാലും ആ ഒരു സോഫ്റ്റ്നെസ് അത് മാറില്ല, അങ്ങനെ തന്നെ ഉണ്ടാവും.
ഇതിനോടൊപ്പം തന്നെ വീണ്ടും നമുക്ക് വേണ്ടതാണ് ഒരല്പം നെയ്യും കൂടി. 1 സ്പൂൺ നിറയെ എടുത്തിട്ടില്ല. പിന്നീട് നമുക്കൊരല്പം നെയ്യും കൂടി ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ നമുക്ക് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയം നമുക്ക് ലോ ഫ്ലെയിമിൽ നിന്നും കുറച്ചുകൂടി ഒന്ന് ഫ്ലെയിം വെച്ച് കൊടുക്കാം. എന്ന് വെച്ചിട്ട് ഒരുപാട് ഫ്ലെയിം വെക്കരുത്. ഇതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം എല്ലാം നന്നായിട്ടൊന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ നമ്മുടെ റവ എല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ഇതുപോലെ വേണം ഇരിക്കാനായിട്ട്. നന്നായിട്ട് ഇതൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഫ്ലെയിം ഞാൻ കുറച്ച് വെച്ച് കൊടുത്തിട്ടാണ്, നേരത്തെ പറഞ്ഞ ആ ഒരു ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തന്നെയാണ് ഇതൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളത്. 1 മിനിറ്റ് കൊണ്ട് തന്നെ ഇങ്ങനെ ആയി കിട്ടും കേട്ടോ, ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാരയും കൂടി. അതായത് കറക്റ്റ് മധുരം എന്ന് പറയുന്നത് 1/2 കപ്പ് അളവിൽ നമ്മളിപ്പോൾ റവ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇതിന് കറക്റ്റായിട്ട് വരുന്നത്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള നമ്മുടെ മാമ്പഴത്തിന് നല്ല മധുരമുള്ളതാണ്. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ 1/2 കപ്പ് അളവിൽ തന്നെ ധാരാളം മതി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ മധുരം കുറഞ്ഞിട്ടുള്ള മാമ്പഴമാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കുറച്ച് കൂടുതൽ പഞ്ചസാര ചേർക്കണം. ടേസ്റ്റൊക്കെ നമ്മൾ ഈ സമയത്തൊന്ന് നോക്കിയാൽ മതിയാവും. അപ്പോൾ നമുക്ക് മനസ്സിലാവും കൂടുതൽ വേണോ കുറച്ച് മതിയോ എന്നൊക്കെ. ഇപ്പോൾ നമ്മുടെ ഈ പഞ്ചസാരയും നല്ലതുപോലെ ഒന്ന് ഉരുകി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ഉരുകി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ആയി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ മാമ്പഴ ജ്യൂസും കൂടിയാണ്. ഈ മാമ്പഴത്തിൻ്റെ പൾപ്പും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് വെള്ളവും ചേർക്കരുത്, ഈ മാമ്പഴ പൾപ്പ് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ മാമ്പഴം തിരഞ്ഞെടുക്കുമ്പോൾ നല്ലതുപോലെ മധുരവും രുചിയുമുള്ള മാമ്പഴം നോക്കി തിരഞ്ഞെടുക്കണം. അപ്പോൾ മാമ്പഴത്തിന് കുറച്ച് പുളിയും അതുപോലെ തന്നെ ടേസ്റ്റൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മുടെ ഈ കേസരിയുടെ ടേസ്റ്റ് മാറിപ്പോകും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. നമ്മൾ പ്രത്യേകിച്ച് ഇതിൽ കളറൊന്നും ചേർക്കുന്നില്ല. ഈ മാമ്പഴത്തിൻ്റെ കളർ തന്നെ ധാരാളം മതിയാവും. ആ ഒരു രീതിക്ക് ആ ഒരു കളറിനിരിക്കുമ്പോഴാണ് ഇത് കാണാനും കഴിക്കാനും ഒക്കെ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇനിയും കുറച്ചും കൂടി ഒന്ന് കുറുകി വരണം. അതുവരെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ ഒരു സമയം നമുക്കിതിലേക്ക് ഒരല്പം ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഏലക്കയുടെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ ഒന്നും അധികം ചേർക്കാൻ വേണ്ടി നിൽക്കരുത്. ഇതുപോലെ ഒരു 3 ഏലക്കായാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതെന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലും ഫ്ലേവറിന് വേണ്ടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ മാമ്പഴത്തിൻ്റെ ആ ഒരു ഫ്ലേവർ അങ്ങ് നഷ്ടപ്പെടും. അതിൻ്റെ പേരിലാണ്. അതുപോലെ തന്നെ കൂടെ വേണ്ടതാണ് ഇതുപോലെ ഒരേ ഒരു പിഞ്ചളവിൽ ഒരല്പം മാത്രം ഉപ്പും കൂടി. അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി കൂടുതൽ സമയം ഇട്ട് നമ്മൾ വീണ്ടും വീണ്ടും ഇളക്കി കൊടുക്കണം എന്നുള്ള ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ തന്നെ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കടായിൽ നിന്ന് ഇങ്ങനെ വിട്ടു പോരണം. അപ്പോൾ ഇതാണ് നമ്മുടെ ആ കറക്റ്റ് അളവെന്ന് പറയുന്നത്. നമ്മളിങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും ഇതുപോലെ അങ്ങനെ ഹാർഡായിട്ടൊന്നും ഉണ്ടാവില്ല. നല്ല സോഫ്റ്റായിട്ടായിരിക്കും നമുക്കിത് കിട്ടുന്നത്. സ്പെഷ്യൽ ടേസ്റ്റിലായിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരല്പം നെയ്യും കൂടി. അതുപോലെ തന്നെ നമ്മളിതാ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന നമ്മുടെ ബദാമും അണ്ടിപ്പരിപ്പും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ച് നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടി മാറ്റി വയ്ക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ കേസരി ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ടും ഇതുവരെയും ഇതുപോലെ മാംഗോ കേസരി തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കുമല്ലോ. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.